പ്രൈസ് ദി ലോർഡ്. ഇന്ന് വളരെ വ്യത്യസ്തമാകുന്ന ഒരു സംഭവമാണ്, ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 8-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ പേര് തമ്മൂസ് എന്നാണ്. നമുക്കിന്ന് ആരാണ് ഈ തമ്മൂസ്, എന്തുകൊണ്ടാണ് അത് യെഹെസ്കേൽ പ്രവാചകൻ ആ വ്യക്തിയുടെ പേര് പരാമർശിക്കുന്നതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. അതിനു മുമ്പ് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാം. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിൻ്റെ പ്രവേശനത്തിങ്കൽ കൊണ്ടുപോയി. അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് സ്ത്രീകൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് യെഹെസ്കേൽ പ്രവാചകൻ ദർശനമായി കാണുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ ഈ തമ്മൂസ് എന്ന് പറയുന്ന ഈ വ്യക്തിയെക്കുറിച്ച് ഓർത്ത് കരയുന്നത്? എന്താണ്, ആരാണ് ഈ വ്യക്തിയെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നമുക്ക് ബാബിലോൺ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ കടന്നു പോകുന്നതിന് മുമ്പുള്ള ഒരു പ്രവചനമാണ്, ഇല്ലെങ്കിൽ യെഹെസ്കേൽ പ്രവാചകൻ്റെ ഒരു പ്രവാചകമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വ്യത്യസ്തമാകുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവാചകനെ ദൈവം ഈ പ്രവാസത്തിലേക്ക് ജനം പോകുന്നതിന് മുമ്പുള്ള അനേക കാര്യങ്ങളെ എന്ത് ചെയ്യുകയാണ്, കാണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കാണിക്കുന്ന വ്യത്യസ്തമാകുന്ന ഒരു കാര്യമാണ്, ഒരു സംഭവമാണ് തമ്മൂസിനെ ചൊല്ലി കുറച്ച് സ്ത്രീകൾ അവിടെ ഇരുന്ന് കരയുന്നത്. അവിടെ ഇരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെരുശലേം ദേവാലയത്തിൻ്റെ ആ വാതിൽക്കൽ ഇരുന്നു കൊണ്ടുള്ള ഒരു കരച്ചിലിനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, വടക്കോട്ടുള്ള വാതിൽ. അപ്പോൾ അവിടെ ആ വടക്കോട്ടുള്ള വാതിലിൽ യാഗപീഠം ഉറപ്പിച്ചിരിക്കുന്ന, ദൈവത്തിന് പ്രസാദകരമാകുന്ന വിശുദ്ധ യാഗം കഴിക്കുന്ന ആ സ്ഥലമാണില്ലെങ്കിൽ ആ പ്ലേസിനെയാണ് വടക്കോട്ടുള്ള വാതിൽ അതിനെക്കുറിച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാനം അവിടെയാണ്. എന്നാൽ അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ തമ്മൂസിനെ ചൊല്ലി ഈ സ്ത്രീകൾ കരയുന്നത്. അപ്പോൾ നമുക്ക് ബാബിലോണിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ആരാണ് ഈ തമ്മൂസ് എന്ന് നമുക്ക് ബാബിലോണിൻ്റെ ചരിത്രത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ബാബിലോണിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സെറാമീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സെറാമീസ് അവരുടെ ഒരു ദേവതയാണ്. അപ്പോൾ ഈ സെറാമീസ് എന്ന് പറയുന്ന ആ പൈശാചിക ശക്തിയുള്ള, ഇല്ലെങ്കിൽ ബാബിലോണിയർ വിശ്വസിക്കുന്നത് പോലെ അവരുടെ ദേവൻ്റെ ഇല്ലെങ്കിൽ അവരുടെ ദേവതയായി കണക്കാക്കുന്ന ഈ സ്ത്രീ, ഈ സെറാമീസ് എന്ന് പറയുന്ന ആ ദേവത, അവർ സ്വന്തം മകനായ നിമ്രോദിനെയാണ് വിവാഹം കഴിക്കുന്നത്. നിമ്രോദിനെ വിവാഹം കഴിക്കുകയാണ്, സ്വന്തം മകനാണ്. അപ്പോൾ അങ്ങനെ ആ നിമ്രോദിനെ വിവാഹം കഴിക്കുന്നതിലൂടെ എന്താണ്, അവർ ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങനെ ജീവിക്കുകയാണ്. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ നിമ്രോദ് മരിച്ചു പോവുകയാണ്. നിമ്രോദിനെ പറ്റി നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിമ്രോദ് ആരാണെന്നുള്ള വിവരം വളരെ വ്യക്തമായിട്ടും അവിടെ എഴുതിയിട്ടുണ്ട്. നിമ്രോദ് അല്ലേ, നായാട്ട് വീരൻ, യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ട് വീരൻ എന്നൊക്കെ നമുക്ക് എന്താണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നിമ്രോദാണ് ബാബിലോണിൻ്റെ അടിസ്ഥാനമിടുന്നതും, അതുപോലെ നിനവെ എന്ന് പറയുന്ന പട്ടണത്തിന് അടിസ്ഥാനം ഇടുന്നതൊക്കെ നിമ്രോദാണ് നമുക്ക് കാണാൻ കഴിയുന്നു. ബാബിലോൺ പട്ടണത്തെ പണിയുന്നത്, ബാബേൽ ഗോപുരത്തിൻ്റെയൊക്കെ നിർമ്മാതാവ് അദ്ദേഹമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഒരു പൈശാചിക ശക്തിയുടെ മൂർധന്യ ഭാവമാണ് ഈ നിമ്രോദ് എന്ന് പറയുന്നത്. ബ്ലാക്ക് മാജിക്കിൻ്റെയൊക്കെ ഒരു ദേവനായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. എന്നാൽ ഈ നിമ്രോദ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം മരിച്ചു പോവുകയാണ്. അങ്ങനെ മരിച്ചു പോയതിന് ശേഷം ഈ സെമിറാമീസ്
വളരെ മ്ലേച്ഛമാകുന്ന ജീവിത രീതി നയിക്കുകയാണ്. അങ്ങനെ ഇല്ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ, മ്ലേച്ഛമാകുന്ന ലൈംഗിക വേഴ്ചയിലൂടെ അവൾക്കൊരു പുത്രൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൾ ഈ ജനങ്ങളോട് പറഞ്ഞിരുന്നത്, ഈ നിമ്രോദ് എന്ത് ചെയ്തു, ആ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ആരോഹണം ചെയ്യുകയും അവിടെ ചെന്ന് സൂര്യദേവനായി അവരോധിക്കുകയും ചെയ്തു എന്നാണ് അവൾ ജനങ്ങളോട് പറഞ്ഞിരുന്നത്. സെറാമിസ് ജനങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ സൂര്യദേവനായി അവൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളിത് വിശ്വസിച്ചു. കാരണം സെറാമിസ് പറയുന്നതല്ലേ. അങ്ങനെ അവളെന്ത് ചെയ്തു, ഇങ്ങനെ ഈ അവിഹിതത്തിലൂടെ ഉണ്ടായ സന്തതി അത് നാട്ടുകാരറിയാതിരിക്കുന്നതിന് വേണ്ടി അവൾ അതിനൊരു ദൈവിക പരിവേഷം ചാർത്തുകയാണ്. എന്നിട്ട് അവൾ ഈ സെറാമിസ് എന്ത് ചെയ്യുകയാണ്, പറയുകയാണ്, ഞാൻ സൂര്യദേവൻ്റെ കടാക്ഷത്താൽ ആ സൂര്യ ഭഗവാന്റെ കിരണങ്ങൾ എൻ്റെ ഉദരത്തിലേക്ക് പതിച്ചത് മുഖാന്തരം ഞാനൊരു കുഞ്ഞിന് ജന്മം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞെന്താണ്, അത് നിമ്രോദിൻ്റെ, എൻ്റെ ഭർത്താവായിരുന്ന നിമ്രോദിൻ്റെ ഇൻകാർണേഷനാണ്, അവതാരമാണെന്ന് അവൾ എന്ത് ചെയ്യുകയാണ്, ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ആ അവിഹിത സന്തതി ജനനമെടുക്കുകയാണ്. ആ സന്തതിയാണ് ഈ തമ്മൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ ആരാണ് ഈ തമ്മൂസ് എന്നുള്ളത്. എന്തിനു വേണ്ടിയാണ് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ സ്ത്രീകൾ യെരൂശലേമിൻ്റെ ആ വടക്കോട്ടുള്ള വാതിൽക്കൽ ഇരുന്നു കൊണ്ട് ഈ തമ്മൂസിനെ ചൊല്ലി കരയുന്നത് എന്താണ്? അപ്പോൾ അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഈ പിതാവിനെ പോലെ തന്നെ, അല്ലെങ്കിൽ നിമ്രോദിനെ പോലെ, ഈ തമ്മൂസും ഒരു നായാട്ട് വീരനായിരുന്നു. അങ്ങനെ ഒരു ദിവസം താൻ നായാട്ടിനായി കടന്നു പോകുമ്പോൾ ഈ നായാട്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് കാട്ടിൽ വെച്ച് ഈ തമ്മൂസിനെ ഒരു കാട്ടുപന്നി ആക്രമിച്ച് കൊലപ്പെടുത്തു എന്നാണ് ഐതിഹ്യം പറയുന്നത് ബാബിലോണിൽ. അപ്പോൾ ഈ തമ്മൂസ് മരണമടഞ്ഞതിന് ശേഷം, ഇല്ലെങ്കിൽ അങ്ങനെ പന്നികളാൽ കൊല്ലപ്പെട്ടതിന് ശേഷം, അവിടെയുള്ള സ്ത്രീകൾ ഈ തമ്മൂസിനെ ചൊല്ലി 40 രാവും പകലും വിലാപം കഴിക്കണമെന്ന് ബാബിലോണിലൊരു നിയമമുണ്ടായിരുന്നു, അവരുടെ ഒരു ആചാരമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി അവരെല്ലാ വർഷവും ഈ 40 ദിവസക്കാലം, തമ്മൂസ് എന്ന് പറയുന്ന അവരുടെ ഒരു മാസമാണ് കേട്ടോ, തമ്മൂസ് മാസം. അപ്പോൾ അത് ഇപ്പോൾ യഹൂദന്മാരുടെയും നാട്ടിൽ തമ്മൂസ് എന്ന് പറയുന്ന മാസത്തെ അവർ ചേർത്തിട്ടുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളുടെ ആ മധ്യത്തിലുള്ളൊരു കാലഘട്ടത്തെ 30 ദിവസത്തെ തമ്മൂസ് എന്നാണ് അവരതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, തമ്മൂസ് മാസം. അപ്പോൾ അത് ഈ ബാബിലോണിൽ നിന്ന് കടമെടുത്തതാണ്. അപ്പോൾ ഈ ബാബിലോണിൻ്റെ മാസമാണ് തമ്മൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മാസത്തിൽ ആ 40 ദിവസക്കാലം അതിൽ 40 ദിവസത്തെ ഇടവേളയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവരിങ്ങനെ വിലാപം കഴിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ആചാരം ബാബിലോണിലെ ഈ ആചാരം, മെസോപ്പൊട്ടോമിയയിലെ ഈ ആചാരം ആര് കടമെടുക്കുകയാണ്? ആ യെഹെസ്കേൽ നോക്കുമ്പോൾ യെരൂശലേമിലെ ദൈവത്തിൻ്റെ ജനം, ആ ദൈവത്തിൻ്റെ ജനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദൈവജനം എന്ത് ചെയ്യുകയാണ്? ബാബിലോണിലെ ദേവനെന്നറിയപ്പെടുന്ന തമ്മൂസിനെ ചൊല്ലി യെരൂശലേം ദേവാലയത്തിൻ്റെ വടക്കോട്ടുള്ള വാതിക്കൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുകയാണ്? വിലപിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാതികളുടെ വഴി പഠിക്കരുത് എന്ന് യിരെമ്യാ പ്രവാചകൻ വചനത്തിലൂടെ, അരുളപ്പാടുകളിലൂടെ അറിയിച്ചുവെങ്കിലും ജനങ്ങൾ അതൊന്നും മനസ്സിലാക്കാതെ എന്ത് ചെയ്യുകയാണ്? ഈ തമ്മൂസിനെ ചൊല്ലി ഇവർ യെരൂശലേം ദേവാലയത്തിൻ്റെ വടക്കോട്ടുള്ള വാതിക്കൽ ഇരുന്നു കൊണ്ട്, വിശുദ്ധ യാഗം നടക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഇവരെന്ത് ചെയ്യുകയാണ്? ഇവർ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാതികളുടെ ആകുന്ന ആചാരം അവർ കടമെടുത്ത് എന്ത് ചെയ്യുകയാണ്? അവർ ഈ യെരൂശലേം ദേവാലയത്തിൻ്റെ അത് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് യെഹെസ്കേൽ പ്രവാചകനെ ദൈവം കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ അതിനുശേഷം പിന്നീടും ഈ യെഹെസ്കേൽ പ്രവാചകൻ മറ്റൊരു കാഴ്ച കൂടെ കാണുകയാണ്. അതിൻ്റെ 15-ാം വാക്യം 16-ാം വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ 8:15, അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ ഇനിയും കാണുമെന്ന് അരുളി ചെയ്തു. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൻ്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി. നോക്കണമേ, അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി
യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ യഹോവയുടെ 25 പുരുഷന്മാർ, ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിൻ്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് തമ്മൂസിനെ ചൊല്ലി സ്ത്രീകളിങ്ങനെ വിലപിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് യാഗപീഠത്തിനും ഈ വാതിലിനുമിടയിൽ മറ്റൊരു സംഭവം നടക്കണം. എന്താണ്? ഏകദേശം 25 പുരുഷന്മാർ, യഹൂദ പുരുഷന്മാർ എന്ത് ചെയ്യുകയാണ്? അവർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിൻ്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യഹൂദ പുരുഷന്മാർ ഈ സൂര്യനെ നമസ്കരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ വലിയൊരു ചരിത്രമുണ്ട്. കാരണം ഈ ബാബിലോണിലെ ഒരു ദേവനാണ് ബാൽ എന്ന് പറയുന്നത്. അപ്പോൾ ബാൽ എന്ന് പറഞ്ഞാൽ സൂര്യദേവനാണ്. അതുപോലെ നിമ്രോദിനെ പറ്റി നമ്മൾ പറഞ്ഞെന്താണ്? സൂര്യദേവനായവൻ മാറിയിരിക്കുകയാണ്. മരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് അസെൻഡൻ്റായിട്ട് എന്ത് ചെയ്യുകയാണ്? അവൻ അവിടെ സൂര്യദേവനായി പരിണമിക്കുകയാണ്. അങ്ങനെ ആ സൂര്യൻ്റെ കിരണങ്ങൾ ഈ സെറാമീസിൻ്റെ ഉദരത്തിൽ പതിച്ചത് കൊണ്ടാണ് തമ്മൂസ് ജന്മമെടുത്തത് എന്നാണല്ലേ അവൾ പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദുരുപദേശം എന്ത് ചെയ്യുകയാണ്? ജനങ്ങൾ, ആ മെസോപ്പൊട്ടോമിയയിലെ ജനങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ദുരുപദേശം, മെസോപ്പൊട്ടോമിയയിലുള്ള ദുരുപദേശം അവിടുന്ന് മറ്റു ദിക്കുകളിലേക്കെല്ലാം ഇങ്ങനെ പരന്നിട്ട് എന്ത് ചെയ്യാണ്? ദൈവജനമാകുന്ന ഇസ്രായേലിൻ്റെ അടുക്കലേക്കും എന്ത് ചെയ്യുകയാണ്? ആ യഹൂദയുടെ അടുക്കലേക്കും ദുരുപദേശം വരികയാണ്. ഇല്ലെങ്കിൽ ആ ജാതികൾ അവരുടെ പാരമ്പര്യത്തിൽ അനുഷ്ഠിക്കുന്നതാകുന്ന ആ മ്ലേച്ഛ വിഗ്രഹത്തിൻ്റെ ആരാധന ജീവനുള്ള ദൈവത്തിൻ്റെ ജനമാകുന്ന യഹൂദ കടമെടുക്കുകയാണ്. അങ്ങനെ ആ സൂര്യദേവനാകുന്ന നിമ്രോദിൻ്റെങ്കിൽ ബാലിൻ്റെ കിരണങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പതിക്കുമ്പോൾ, തങ്ങളുടെ ജീവിതത്തിലേക്ക് ആ കിരണങ്ങളെ ഏറ്റെടുക്കുമ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ആ യഹൂദ പുരുഷന്മാർ വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്? അവർ അവിടെ നിന്നുകൊണ്ട് സൂര്യനെ നോക്കി നമസ്കരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നോക്കണമേ, ജാതികളുടേതാകുന്ന വഴികളെ പഠിക്കരുതെന്ന് യിരെമ്യാ പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ യെഹെസ്കേൽ കാണുകയാണ്. അതേ ദൈവജനം എന്താണ്? നിന്നുകൊണ്ട് ജാതികളുടെ വഴികളെ പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? ജനങ്ങൾ ബാബേലിലേക്ക്, ദൈവം അവരെ പ്രവാസത്തിലേക്ക് വിടുകയാണ്. അല്ലേ? അസൂരിനെ മോഹിച്ച ഇസ്രയേൽ അസൂരിലേക്ക് പോകുമ്പോൾ ബാബേലിനെ മോഹിച്ച യഹൂദ ബാബേലിലേക്ക്, പ്രവാസത്തിലേക്ക് പോവുകയാണ്. നീ ഏതിനോട് തോൽക്കുന്നുവോ അല്ലേ അതിന് കീഴടങ്ങിയിരിക്കും എന്നാണ്, അതിന് അടിമപ്പെട്ടിരിക്കുമെന്നാണ് ദൈവവചനം പറയുന്നത്. നീ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? അസൂരിൻ്റെ ആചാരങ്ങളോട് അവർ തോറ്റുപോയി. അതുകൊണ്ട് അവർ അസൂരിന് അടിമയാകുമ്പോൾ ഇവിടെ യഹൂദ എന്ത് ചെയ്യുകയാണ്? ബാബേലിൻ്റെ ആചാരങ്ങളോട് എതിർത്തിൽക്കാൻ കഴിയാതെ അവർ തോറ്റുപോവുകയാണ്. അങ്ങനെ അവർ ബാബേലിലേക്ക്, പ്രവാസത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഈ സ്ത്രീകൾ അവിടെ ഇരുന്ന് തമ്മൂസിനെ ചൊല്ലി കരയുകയും അതുപോലെ തന്നെ ഈ പുരുഷന്മാർ അവിടെ നിന്നുകൊണ്ട് സൂര്യനെ നമസ്കരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇനിയും ചില കാര്യങ്ങൾ കൂടി ഈ മെസോപ്പൊട്ടേമിയയിലുണ്ടായിരുന്ന ആ പാരമ്പര്യത്തിൻ്റെ ശക്തികൾ യഹൂദയിലേക്ക് വ്യാപരിച്ചു. യഹൂദ അത് പ്രാക്ടീസ് ചെയ്യുകയും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ ആചാരങ്ങൾ എപ്രകാരമാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് എന്ത് ചെയ്യുകയാണ്? കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഈ സെറാമീസിനെയും തമ്മൂസിനെയും ഒക്കെ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമാക്കി മാറ്റുന്നതും കൂടെ പറഞ്ഞ് നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ആഘോഷത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഉത്സവമാണ്, ആചാരമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ സെറാമിസിൻ്റെയും തമ്മൂസിൻ്റെയും നിമ്രോദിൻ്റെയും ഇഷ്ടാറിൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ പഠിച്ചു വരുമ്പോൾ ഈ ക്രിസ്മസും അതുപോലെ തന്നെ ഈസ്റ്റർ എന്നൊക്കെ പറയുന്ന ആചാരങ്ങളും ആഘോഷങ്ങളുമൊക്കെയും അത് ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായിരുന്നില്ല. അത് പാഗൻ മതങ്ങളുടേതാകുന്ന, പാഷണ്ഡ മതങ്ങളുടേതാകുന്ന ആ ആചാരങ്ങളെ കടമെടുത്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റി എന്ത് ചെയ്യുകയാണ്? ഇതൊക്കെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ക്രിസ്മസ് എന്ന് പറയുന്ന ആചാരത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത്
ഈ നിമ്രോദിൻ്റെ ജന്മദിനമാണെന്നും അല്ലെങ്കിൽ തമ്മൂസിനെ ഗർഭം ധരിച്ച ദിവസമാണെന്നൊക്കെ എന്താണ് നമ്മൾ ഈ ബാബിലോണിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, തമ്മൂസിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ ആ നിമ്രോദിൻ്റെ ഇല്ലെങ്കിൽ സൂര്യഭഗവാന്റെ കിരണങ്ങളേറ്റുകൊണ്ട് തമ്മൂസിനെ ഗർഭം ധരിച്ച പ്രസവിച്ച ദിവസമാണ് ഡിസംബർ 25 ബാബിലോണിയർ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് അവർ എന്ത് ചെയ്യുമായിരുന്നു? കാട്ടിൽ പോയി നല്ല ഈ പച്ച തളിർപ്പുള്ളതാകുന്ന വൃക്ഷം വെട്ടിക്കൊണ്ടുവന്ന് അത് മുറ്റത്ത് നട്ടതിന് ശേഷം അതിനടിയിൽ നിന്നുകൊണ്ടിങ്ങനെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. നമ്മുടെ ക്രിസ്മസ് ട്രീ എന്ന് പറയും, നമ്മളതിന് ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്മസ് ട്രീ എന്ന് പറയും. അപ്പോൾ ഈ ഉണങ്ങിപ്പോയ ആ മരത്തിൽ നിന്നും എന്താണ്, ഒറ്റ രാത്രി കൊണ്ട് ഒരു പച്ചപ്പുണ്ടായി അതിൽ നിന്ന് ഫലമുണ്ടാകുന്നുള്ളൊക്കെ ഒരു വിശ്വാസമാണ്. നശിച്ചു പോയ ഒന്നിൽ നിന്ന് പുതിയൊരു ജീവൻ എടുക്കുക എന്ന് പറയുന്നത് പോലെ അത് ഈ സെറാമിസിൻ്റെയും തമ്മൂസിൻ്റെയും നിമ്രോദിൻ്റെയൊക്കെ എന്താണ് ആ കഥകളുമായിട്ട് ഇങ്ങനെ പിണഞ്ഞിങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കുമ്പോൾ അതിനടിയിൽ ഇങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കെട്ടിത്തൂക്കുമ്പോൾ നമ്മളൊരിക്കലും അതിന് ഇപ്രകാരം ഒരു ചരിത്രം അതിൻ്റെ പിന്നിലുണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല, അല്ലേ? തമ്മൂസിൻ്റെ ജന്മദിനമായി അവർ ആഘോഷിക്കുന്ന ആ ഡിസംബർ 25 എന്താണ് നമ്മൾ ക്രിസ്ത്യാനിറ്റി ക്രിസ്മസ് ആക്കി ആഘോഷിക്കുകയാണ്. അന്ന് ബാബിലോണിയർ ആ പച്ച വൃക്ഷങ്ങളെ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്നിട്ട്, പച്ച ഇലയുള്ള വൃക്ഷങ്ങളെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അത് മുറ്റത്ത് നട്ടതിന് ശേഷം അതിനടിയിൽ ഇങ്ങനെ ഈ പ്രസൻറ്റുകളൊക്കെ സമ്മാനങ്ങളൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ട് അതിനടിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പാഗൻ മതങ്ങളുടേതാകുന്ന ആചാരങ്ങൾ യഹൂദന്മാർ മാത്രമല്ല കടമെടുത്തത്, യഹൂദന്മാർക്ക് ശേഷം എന്ത് ചെയ്യുകയാണ്? ക്രിസ്ത്യാനിറ്റിയിലേക്ക് അത് കടന്നു വരികയാണ്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് എങ്ങനെയാണ് ഇത് കടന്നു വരുന്നത്? കുസ്തിന്തിനോസ് എന്ന് പറയുന്ന രാജാവ് ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുസ്തിന്തിനോസ് ഒരു ദിവസം രാത്രിക്ക് ഒരു സ്വപ്നം കാണുകയാണ് ചെയ്യുന്നത്. എന്താണ്? താന് കുരിശ് വേന്തിക്കൊണ്ടുപോയി തൻ്റെ പടയാളികൾ യുദ്ധം ചെയ്ത് ശത്രുരാജ്യത്തെ പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഇത് ക്രിസ്ത്യാനികളുടെ ദൈവമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുരിശ് വേന്തിക്കൊണ്ടുള്ളതാകുന്ന ഈ യുദ്ധത്തെ അദ്ദേഹം ദർശനത്തിൽ കണ്ടതുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനിറ്റി ആകുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കുരിശെന്ന് പറയുന്നത് തമ്മൂസിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മളതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ തമ്മൂസിൻ്റെ ചിഹ്നമാണ് ഈ ടൗ എന്ന് പറയുന്ന അല്ലെങ്കിൽ തൗ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ഒരക്ഷരമാലയുണ്ട് ഈ ഹീബ്രുവിൽ. അപ്പോൾ തൗവിൻ്റെ ആ സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി പോലെയാണ്. നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ടി പോലെയാണ് അതിന് ആക്ഷരിക്കുക. അപ്പോൾ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ക്രോസിൻ്റെ പോലെ മേളോട്ടുള്ള ആ സ്തംഭം ഇല്ല എന്നുള്ളതാണ്. ആ ടി എങ്ങനെയാണോ ഇരിക്കുന്നത് അപ്രകാരം എന്താണ്, അതാണ് ആ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രൂസിൻ്റെ ആ പാത അല്ലെങ്കിൽ ക്രൂസിൻ്റേതാകുന്ന ആ ചിഹ്നം എങ്ങനെയാണ് ക്രിസ്ത്യാനിലേക്ക് വരുന്നത്? അത് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, ക്രൂസ് കാർത്തികരായും ആദ്യം കണ്ടുപിടിച്ചു, ക്രൂശീകരണം, അങ്ങനെ അനേക രാജ്യങ്ങളത് ഫോളോ ചെയ്യുന്നു. അവസാനം ക്രിസ്തുവിനെ ക്രൂസിൽ ക്രൂശീകരിക്കുന്നത് കൊണ്ടാണ് ഈ ക്രൂസ് ക്രിസ്ത്യാനികൾക്കൊരു അമൂല്യ വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ നമ്മൾ ക്രൂസിനെ ആരാധിക്കുകയോ ക്രൂസിനെ ബഹുമൂല്യ വസ്തുവായിട്ട് കാണുകയല്ല ചെയ്യേണ്ടത്. ക്രൂസിൽ മരിച്ചവനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ബഹുമൂല്യമായിട്ട് കാണേണ്ടത്. ക്രൂസിൽ മരിച്ചവനെയും അവൻ്റെ വചനങ്ങളെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മളിങ്ങനെ കുരിശ് ഇങ്ങനെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്കെന്താണ് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടാകും. അപ്പോൾ തമ്മൂസ് എന്ന് പറയുന്ന ദേവൻ്റെ ചിഹ്നമാണ് ഈ കുരിശ് എന്ന് പറയുന്ന ആ സിമ്പൽ. അപ്പോൾ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ കുസ്തിന്തിനോസ് കണ്ട ആ ചിഹ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അത് ദൈവം കാണിച്ചു കൊടുത്തതല്ല. അത് കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിൽ അടിഞ്ഞു കിടന്ന ഒരു ചിന്തയാണെന്ത് ഈ കുരിശെന്ന് പറയുന്നത്. അത് അദ്ദേഹം ഇപ്രകാരമുള്ള ഈ പാഗൻ മതങ്ങളുടെയൊക്കെയും ആചാരങ്ങളെ എടുത്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹം ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുസ്തിന്തിനോസ്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഇവിടെ അദ്ദേഹം കണ്ട ഈ കുരിശും ആ യുദ്ധവുമൊക്കെയും ഞാൻ വിശ്വസിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ദൈവികമായിരുന്നില്ല, പൈശാചികമായിരുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തമ്മൂസ് ദേവൻ്റേതാകുന്ന ചിഹ്നമാണ് അദ്ദേഹം കണ്ടത്. അങ്ങനെ അദ്ദേഹം ആ യുദ്ധം ചെയ്യുകയും
യുദ്ധത്തിൽ ജയിക്കുകയും പിന്നെന്ത് ചെയ്യുകയാണ്, ആ കുരിശിനെ അദ്ദേഹം ആ ഒരു രാജകീയ സിംബലാക്കി മാറ്റുകയും പിന്നീട് ക്രിസ്ത്യാനിറ്റിയെ അദ്ദേഹം ആ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമാക്കിയൊക്കെ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് അരാജകത്വം മുഴുവനും വന്നു കയറിയത് കുസ്തിന്തിനോസിൻ്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്രിസ്മസിനെ എന്ത് ചെയ്യാണ്, തമ്മൂസ് ദേവൻ്റെ ജന്മദിനത്തെ അവരെന്ത് ചെയ്യുകയാണ്, ഈ ക്രിസ്ത്യാനിറ്റി ക്രിസ്മസ് ഡിസംബർ 25 ക്രിസ്മസ് ആക്കി മാറ്റി ക്രിസ്തുവിൻ്റെ ജന്മദിനമാക്കി മാറ്റുകയാണ്, യേശുവിൻ്റെ ജന്മദിനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ബൈബിളിൽ അതൊരിക്കലും പറഞ്ഞിട്ടില്ലാത്തൊരു കഥയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നീട് ഈസ്റ്റർ എന്ന് പറയുന്ന ഒരു ആഘോഷം എന്താണ് ക്രിസ്ത്യാനികൾക്കുണ്ട്, ഈസ്റ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ ബാബിലോണിലെ ഒരു ദേവതയായിരുന്നു ഇഷ്ടാർ എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട്, ഇഷ്ടാർ എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട്. അപ്പോൾ ഈ തമ്മൂസിൻ്റെ കാമുകിയായിട്ടാണ് നമ്മൾക്കത് അവിടെ കാണാൻ കഴിയുന്നത്. ഇഷ്ടാർ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ് ബാബിലോണിലൊരു ഗേറ്റ് തന്നെ ഉണ്ടെന്നുള്ളതാണ്. അത് ബാബിലോണിലെ നെബൂഖദ്നേസർ പണിയുമ്പോൾ എന്താണ്, ഇഷ്ടാർ ഗേറ്റ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കവാടം എന്ന് പറയുന്നത് ഈ ബാബിലോണിൻ്റെ. അപ്പോൾ അത് ഈ ഇഷ്ടാർ എന്ന് പറയുന്ന ദേവതയ്ക്ക് പ്രസാദിപ്പിക്കുന്നതിനുണ്ട്. അവിടെ ഭയങ്കര യാഗമൊക്കെ നടക്കുമായിരുന്നു. അവിടുത്തെ ദേവന്മാർ മർഡൂക്ക്, അതുപോലെ തന്നെ ഇഷ്ടാർ, തമ്മൂസ്, സെറാമീസ്, നിമ്രോദ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ദേവന്മാർക്കും എന്താണ് ബലി അർപ്പിക്കുമായിരുന്നു, വീഞ്ഞുകൾ അർപ്പിക്കുമായിരുന്നു. ദാനിയേൽ ബാബിലോണിലായിരിക്കുമ്പോൾ ദാനിയേൽ രാജാവ് കഴിക്കുന്ന രാജകീയ ഭോജനം കൊണ്ട് എന്നെ അശുദ്ധനാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുക്കുന്നുണ്ട്. അത് ചുമ്മാതല്ല. ഈ ദേവൻ അർപ്പിച്ച മാംസവും ഈ ദേവന് സമർപ്പിച്ച വീഞ്ഞുമൊക്കെ എന്താണ് രാജാവിൻ്റെ മേശമേൽ വിളമ്പുമായിരുന്നു. അങ്ങനെ വിഗ്രഹാർപ്പിതം തിന്നുകൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്നുള്ളൊരു തീരുമാനമാണ് ദാനിയേൽ അവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ചരിത്രം മനസ്സിലാകുമല്ലോ എന്തുകൊണ്ടാണ് ദാനിയേൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള അനാചാരങ്ങളും ഇപ്രകാരമുള്ള ആചാരങ്ങളുമൊക്കെ ക്രിസ്ത്യാനിലേക്ക് കടന്നു വന്നത് ഇതെന്താണ്, ഇത് ദൈവികമല്ല, ഇത് പൈശാചികമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടെ നമുക്ക് ഈ തമ്മൂസിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ യഥാർത്ഥമാകുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ചില കാര്യങ്ങളെ കൂടി ഞാനൊന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ നമുക്ക് ഈ ആകാശരാജ്ഞി എന്നൊക്കെ പറഞ്ഞ് പേരുകൾ പറഞ്ഞ് കത്തോലിക്കരിങ്ങനെ ഈ കൊന്ത ചൊല്ലുമ്പോൾ ആകാശരാജ്ഞി എന്നൊക്കെ പറയുന്ന പേരൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതൊക്കെ ഇഷ്ടാറിനെ സെറാമീസിനെയൊക്കെ എന്താണ് ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ട് പാടുന്ന പാട്ടുകളാണ്. ഈ സെറാമീസിനെ പറയുന്നതാണ്. അവൾക്ക് വിവിധ പേരുകളുണ്ട്. ഡയാന എന്ന് വിളിക്കും അവരെ, വീനസ് എന്നവളെ വിളിക്കും, ഇഷ്ടാർ എന്ന്, അതുപോലെ തന്നെ ദ ക്യൂൻ ഓഫ് ഹെവൻ, ആകാശരാജ്ഞി എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യിരെമ്യാവിൻ്റെ പുസ്തകത്തിലൊക്കെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ ആരുടെ പേരാണ്? ഇതൊക്കെ ഈ ബാബിലോണിയൻ ദേവതയുടെ പേരാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ എന്താണ് ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ആ രക്തത്തിലേക്ക് പോലും അലിഞ്ഞു ചേർത്തക്ക രീതിയിൽ ഈ പാഗൻ മതങ്ങളുടേതാകുന്ന ലാഞ്ചനകളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ തമ്മൂസിനെ ജന്മം കൊടുത്ത മാതാവ് ഇവള് സൂര്യൻ്റെ പുത്രനാണ്. അപ്പോൾ സൂര്യദേവൻ്റെ പുത്രനാണ്. സൂര്യൻ്റെ കിരണങ്ങളേറ്റല്ലേ ഇവൾ എന്തായത് ഇവള് ഗർഭവതിയായത്. അതുകൊണ്ട് ഈ കുഞ്ഞിനൊരു ദൈവിക പരിവേഷം കൊടുക്കണം. കാരണം ഇതൊരു ജാരസന്തതിയാണെന്ന് ഇവൾക്ക് പറയാനുള്ള നാണക്കേട് കൊണ്ട്. അങ്ങനെ ഇവളതിനെ ഒരു സൂര്യദേവൻ്റെ പുത്രനായി, സൺഗോഡായിട്ട് എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ പുത്രനായിട്ട് ഇവൾ ഇതിനെ കാണുകയാണ്. അങ്ങനെ ആ നാട്ടുകാരല്ലെങ്കിൽ ആ മെസോപ്പൊട്ടാമിയയിലുള്ള നാട്ടുകാരെന്ത് ചെയ്യുകയാണ്, ഇതിന് ദൈവിക പരിവേഷം കൊടുത്തുകൊണ്ട് ഈ സെറാമീസും ഈ കുഞ്ഞും ഒക്കെയുള്ള ചിത്രങ്ങൾക്ക് ഒരു ദൈവിക പരിവേഷം കൊടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ഒരു പ്രകാശ വലയം ഇങ്ങനെ വരയ്ക്കുമായിരുന്നു. നമ്മൾ ഈ ദൈവിക പരിവേഷങ്ങളുള്ളവരുടെ ചിത്രം കാണുമ്പോൾ അവരുടെ തലയ്ക്ക് ചുറ്റും ഒരു വട്ടം ഇങ്ങനെ കാണും, ഒരു മഞ്ഞ വട്ടം അല്ലെങ്കിൽ ഒരു വെള്ള വട്ടം ഇങ്ങനെ കാണും. അത് അവരുടെ ദൈവിക പരിവേഷത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചില ഭവനങ്ങളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഒരമ്മയും ഒരു കുഞ്ഞും കൂടെ നിൽക്കുന്ന ഒരു ചിത്രം ഭിത്തിമേലൊക്കെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ആ ചിത്രത്തിൻ്റെ അമ്മയുടെ തലയ്ക്ക് ചുറ്റും ഒരു വട്ടം കാണും, ഈ മകൻ്റെ കുഞ്ഞ് കയ്യിരിക്കുന്ന കുഞ്ഞിൻ്റെ തലയ്ക്ക് ചുറ്റും ഒരു വട്ടം കാണാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്, ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായി ഉണ്ണിയേശു അല്ലേ, മേരി, മറിയൊക്കെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതൊരിക്കലുമല്ല. ഈ സെറാമീസും പിന്നെന്ത് ചെയ്യുകയാണ്, അവളുടെ പുത്രനാകുന്ന തമ്മൂസിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് എന്ത് ചെയ്യുന്നത്,
ഇപ്രകാരം പ്രചരിച്ചു കൊണ്ടിരുന്നത്. അത് കുസ്തിന്തിനോസിൻ്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാണ്? ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരികയാണ്. ഇപ്പോൾ അത് എവിടെ ആരാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ അത് ക്രിസ്ത്യൻ ഭവനങ്ങളിൽ നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. പെന്തക്കോസ്തുകാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറയത്തില്ല. മറ്റിതര ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ എല്ലാം ഭിത്തിമേൽ ഇത് കാണാം. പിന്നെ 3 പേര് നിൽക്കുന്ന ഒരു പടമുണ്ട് അല്ലേ. ഒന്ന് യോസേഫ്, മേരി, പിന്നെ ഉണ്ണിയേശു നിൽക്കുന്ന ഒരു പടമുണ്ട്. അതിൻ്റെ ചുറ്റും എന്താണ്? അവരുടെ 3 പേരുടെ തലയ്ക്ക് ചുറ്റും ഒരു വട്ടം ഇങ്ങനെ കാണാൻ കഴിയുന്നു. അപ്പോൾ ഈ വട്ടം കണ്ടിട്ട് നമ്മൾ ഓർക്കും ഇത് യോസഫ് പിതാവാണ്, ഇത് പിന്നെ മറിയമാണ്, ഇത് കുഞ്ഞ് യേശുവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഭിത്തിയെ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ. അത് ഭിത്തിയിലല്ല ഒട്ടിയിരിക്കുക, നമ്മുടെ ഹൃദയത്തിൽ ഒട്ടിയിരിക്കുകയാണ്. അതിനെ ഒന്ന് തൊടാനോ വലിച്ചു കീറാനോ അല്ലേ എടുത്ത് കളയാനോ ഒക്കെ എന്താണ്? ആ രക്ഷിക്കപ്പെട്ടവർക്ക് പോലും വലിയ പാടാണ് അതൊക്കെ എടുത്ത് കളയാനായിട്ട്. രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത് വലിയ പാടാണ് അത് എടുത്ത് കളയാനായിട്ട്. കാരണം ഇത് മനസ്സിൻ്റെ ഭിത്തിയാൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ ഭിത്തിയാലല്ല ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം കാലങ്ങളായിട്ട് അല്ലേ ഇതിങ്ങനെ ഭിത്തിയാൽ ഒട്ടിയിരുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി എന്നുള്ളതാണ്. പെന്തക്കോസ്തുകാരുടെ ബൈബിളിലും ഇങ്ങനെ ചിലത് കാണാം അല്ലേ. ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ കാണാം, കുരിശിൻ്റെ ഒരു ചിത്രമൊക്കെ എന്താണ് നമ്മൾ പലപ്പോഴും എന്താണ് ഇങ്ങനെ ബൈബിളിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇതൊന്നും എന്താണ് ദൈവികപരമാകുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രചോദനവും നൽകുന്ന കാര്യങ്ങളെ അല്ല. ക്രിസ്തുവും ക്രൂശുമൊക്കെ നമ്മുടെ മനസ്സിലാണ് ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ക്രൂശിൻ്റെ മാഹാത്മ്യമല്ല, ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ മഹത്വമാണ് പൗലോസ് വിളിച്ച് പറയുന്ന മുഴുവൻ അല്ലേ. ക്രൂശിൽ അവൻ ജയോത്സവം കൊണ്ടാടി, ശത്രുവിനെ പരസ്യമായ കാഴ്ചയാക്കി എന്ന് പറയുകയാണ് അവിടെ അല്ലേ. അങ്ങനെ പൗലോസ് എടുത്ത് പറയുന്നത് ക്രൂശിനെ അല്ല, ക്രൂശിൽ മരിച്ച യേശുവിനെയാണ് പുകഴ്ത്തുകയും എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നല്ലേ. അങ്ങനെയാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും പതിഞ്ഞു പോയിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്രകാരമുള്ളത്. അപ്പോൾ അത് ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമല്ല, അതൊരു പാഗൻ മതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇസ്രായേലിയർ എന്ത് ചെയ്യുകയാണ്? ഇല്ലെങ്കിൽ യഹൂദർ യഹൂദ അത് കടമെടുത്തിട്ട് അവരെന്ത് ചെയ്യുകയാണ്? അവർ ഈ തമ്മൂസിനെ ചൊല്ലി ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് കരയുകയാണ്. അവരുടെ പുരുഷന്മാർ ഈ സൂര്യൻ്റെ കിരണങ്ങളെ ആകർഷിച്ച് എന്ത് ചെയ്യുകയാണ്? അനുഗ്രഹം പ്രാപിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ എത്ര ഭയാനകമാകുന്ന ഒരു സിറ്റുവേഷനാണ്, ഒരു കാര്യമാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഈ യെഹെസ്കേലിനെ കാണിച്ചു കൊടുക്കുന്നത്. ദൈവമക്കളെ, ദൈവാലയത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അവർ കാണിക്കുന്ന മ്ലേച്ഛതയുടെ ഫലമായി 70 വർഷക്കാലം പ്രവാസത്തിലേക്ക് ദൈവം അവരെ അയക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം മാത്രം ജീവിച്ച് ജീവനുള്ള ദൈവത്തെ മാത്രം ആരാധിക്കുവാൻ ദൈവം പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത ആ കേട്ട ജനമാണ് എന്ത് ചെയ്യുന്നത്? ഇപ്രകാരമുള്ള മ്ലേച്ഛതകൾക്ക് വേണ്ടി അവരുടെ ദേവാലയത്തിൻ്റെ വാതിലുകളെ തുറന്നു കൊടുക്കുന്നത്, അവരുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇപ്രകാരമുള്ള പാഷണ്ഡ മതങ്ങളുടേതാകുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയിൽ സ്ഥാനമില്ല എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കണം. കാരണം അതെല്ലാം പാഗൻ മതങ്ങളുടേതാകുന്ന പിന്തുടർച്ചകളാണ്. അതിനെയെല്ലാം പുറത്താക്കിക്കൊണ്ട് ക്രിസ്തുവേശുവാകുന്ന ജീവനുള്ള ദൈവത്തെ ഹൃദയത്തിൻ്റെ ഭിത്തിമേൽ സ്ഥാപിച്ചുകൊണ്ട് എന്താണ്? ഉറപ്പിച്ചുകൊണ്ട്, ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ഒരു സിംഹാസനമിട്ട് നമ്മൾ ക്രിസ്തുവിനെ അവിടെ ഇരുത്തിക്കൊണ്ട് നമ്മൾ ആരാധിക്കണം, നമ്മൾ പാടണം, നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളെ ശ്രമിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഇപ്രകാരമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഫോളോ ചെയ്യുന്ന ഇതര മതസ്ഥരാകുന്ന ക്രിസ്ത്യാനികളോട് ഒന്നേ പറയുവാനുള്ളൂ: നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആരാധിക്കുന്ന ഈ ബിംബം, ഇപ്രകാരമുള്ള ഈ ചിത്രങ്ങൾ, ഇത് നമ്മളെ നയിക്കുന്നത് ഒരു വലിയ ചതിയിലേക്കാണ്. ഇത് നമ്മളെ നയിക്കുന്ന ഒരു വലിയ വിപത്തിലേക്കാണ് നയിക്കുന്നത്, ഒരു പ്രവാസത്തിലേക്കാണ് നയിക്കുന്നത്, നരകത്തിൻ്റെ കവാടത്തിലേക്കാണ് നയിക്കുന്നതെന്ന് നമ്മൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ഈ മെസ്സേജ് മുഖാന്തരം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ.